ഹലോ ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും മുടിയുടെ കെയറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ട്രീറ്റഡ് ഹെയറിനെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് പലപ്പോഴും പല ആൾക്കാർക്കും അറിയത്തില്ല. നമ്മുടെ യൂഷ്വലി സലോൺ അല്ലെങ്കിൽ പാർലർ പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ പറയുന്ന രീതിയിലുള്ള ഒരു ഷാംപൂ അല്ലെങ്കിൽ ഒരു കണ്ടീഷണർ ഉപയോഗിക്കുക, റെഗുലറായിട്ട് സ്പാ ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മൾ എങ്ങനെ വീട്ടിൽ ഹോം കെയർ എടുക്കണം എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ആ ഒരു സംശയത്തിനെ നമ്മൾ എങ്ങനെ ഒരു സയൻറ്റിഫിക് ആയിട്ട് എങ്ങനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ട്രീറ്റഡ് ഹെയർ? ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ മുടി ഉണങ്ങാനായിട്ട് പലപ്പോഴും ബ്ലോ ഡ്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുന്നത്, മുടി ഉണക്കാനായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, എസ്പെഷ്യലി ട്രീറ്റഡ് ഹെയറിലാണെങ്കിൽ കൂടി നിങ്ങൾ ഒരിക്കലും ബ്ലോ ഡ്രൈയുടെ ഹീറ്റായിട്ടുള്ള കാറ്റ് വരുന്ന ഭാഗം ഉപയോഗിക്കാൻ പാടില്ല. കൂൾ വിൻഡുള്ള ഭാഗം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ തണുത്ത കാറ്റ് കൊണ്ട് മാത്രം മുടീനെ ഉണക്കാനായിട്ട് ശ്രമിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, എപ്പോഴും മുടി ഉണക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ വിരലുകൾ വെച്ചിട്ട് മാത്രം ആദ്യം ഉണക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ശേഷം മാത്രം ചീപ്പ് ഉപയോഗിക്കുക. ചീപ്പ് ഉപയോഗിക്കുമ്പോൾ കഴിവതും നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പുകൾ പലതും പ്ലാസ്റ്റിക്കിൻ്റെ ചീപ്പുകളാണ്. നമ്മൾ ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ കഴിവതും വുഡ് മെറ്റീരിയൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചീപ്പ് ഉപയോഗിക്കുക. അതിൻ്റെ പല്ലുകളുടെ അകലം തമ്മിൽ ഏതാണ്ട് 0.5 to 1 സെൻറ്റിമീറ്റർ അകലമെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം വുഡ് എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിലുള്ള സ്റ്റാറ്റിക് ഫോഴ്സിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പ്ലാസ്റ്റിക്കിലാണെങ്കിൽ അത് വളരെ കൂടുതലായിരിക്കും. ഇതാണ് സാധാരണ റെഗുലറായിട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ ട്രീറ്റഡ് ഹെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, എസ്പെഷ്യലി ചുരുണ്ട മുടിയുള്ള ആൾക്കാരാണെങ്കിൽ അതിനെ സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. നീണ്ട മുടികളാണെങ്കിൽ അതിനെ പേം ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മുടികളെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യും? അപ്പോൾ നമുക്കറിയാം, ഈ പേം ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ സ്ട്രെയിറ്റൻ ചെയ്യുന്നതാണെങ്കിലും, ഇപ്പോൾ സ്ട്രെയിറ്റൻ എന്ന് പറയുന്നതിനെ മാറ്റി നമുക്ക് സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ റീബൗണ്ടിങ് എന്നൊക്കെ പറയുന്നുള്ള പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലിൽ നിന്ന് നമ്മുടെ മുടിയുടെ നാച്ചുറൽ ബോൺസ് ആയിട്ടുള്ള സൾഫർ ബോൺസിനെ ഡിസ്ട്രക്റ്റ് ചെയ്തിട്ട് മുടിയുടെ ടെക്സ്ചറിനെ മാറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കട്ടി കുറയുകയും മുടി പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസും, അത് കഴിഞ്ഞിട്ട് ഈ കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബോണ്ടിങ് മാറ്റി കഴിഞ്ഞിട്ട് ഹീറ്റ് അയൺ റോഡ്സ് വെച്ചിട്ട് മുടിയെ നീട്ടി വലിക്കാറുണ്ട്. അപ്പോൾ ആ ചൂട് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് മുടി ഒരുപാട് പൊഴിയാറുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ നാട് പോകുന്നതിന് മുന്നേ നമുക്ക് നന്നായിട്ട് നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ മെട്രോസെക്ഷൽ ലൈഫിൽ പലതരം കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളാണെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ കെമിക്കൽസ് ഉള്ളത്, ഇപ്പം നമുക്ക് റീസെൻ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, സിസ്റ്റീൻ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ഹെയർ ട്രീറ്റ്മെൻറ്റാണ്. നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറിനെ മാറ്റിയിട്ട് നന്നായിട്ട് മുടീനെ സ്റ്റൈലൈസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ചികിത്സാ രീതികളാണ്. ഇതിനകത്താണെങ്കിലും കെരാറ്റിനകത്ത് ഫോർമാൽഡിഹൈഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സിസ്റ്റീനകത്താണെങ്കിലും അതായത് സിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്, നാച്ചുറൽ പ്രോട്ടീനിനെ ഈ ഫോർമാൽഡിഹൈഡുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഗ്ലൈക്കോറിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടൊരു ആസിഡും ഉണ്ട്. അപ്പോൾ റീസെൻ്റ്ലി 2-3 സ്റ്റഡീസ് വന്നിട്ടുണ്ട്, ഇത് നമുക്ക് കിഡ്നി ഫങ്ഷൻസ് തകരാറിലാക്കുന്നുണ്ട്, നെഫ്രോപ്പതി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഈ സ്റ്റഡീസ് എല്ലാം കൂടുതലും ചെയ്തിരിക്കുന്ന ഇത് മൗസ് സ്റ്റഡീസാണ്. മൗസ് സ്റ്റഡീസിൽ ഇത് പുരട്ടി കൊടുത്തിട്ട് അതിലുണ്ടായിരിക്കുന്നതാണ്. പക്ഷേ നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് എത്ര കണ്ട് ഡാമേജ് ചെയ്യുന്ന ഇനിയും വീണ്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീടുള്ളതാണ് ഞാൻ പറഞ്ഞ ഹെയർ ബോട്ടോക്സ് എന്ന് പറഞ്ഞ ചികിത്സാ രീതി. ഇതിനകത്ത് നമ്മൾ ഈ കെമിക്കൽ ഉണ്ടെങ്കിൽ തന്നെയും അതിനെ അതിജീവിക്കാനായിട്ട് ഒരുപാട് ഓയിൽസുകൾ, പിന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിധി വരെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ മറു സൈഡിൽ കൂടെ ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസും ഓയിൽസും അതിനെ മാറ്റി തരാറുണ്ട്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഭേദം ഹെയർ ബോട്ടോക്സ് ആണെന്ന് നമുക്ക് പറയാം. അതിൽ ഹെയർ ബോട്ടോക്സിൽ തന്നെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളത് ബ്രസീലിയൻ ഹെയർ ബോട്ടോക്സ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ അതും ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഹെയറിനെ ഇത് ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ ഞാൻ ഈ പറയുന്നത് നമുക്കൊരു വേണം എന്നൊരാഗ്രഹം തോന്നുവാണെങ്കിൽ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നതിന് കുഴപ്പമില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ കെയർ വളരെ നന്നായിട്ട് കൊടുക്കണം. പിന്നെ ഈ ചെയ്ത് കഴിയുന്നതിനെ നമ്മൾ റൂട്ട് ടച്ചപ്പ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അതും വേണമെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാം, റൂട്ട് ടച്ചപ്പ് മാത്രം. അല്ലാതെ റെഗുലറായിട്ട് ഇത് ചെയ്യരുത്. അത് നമ്മുടെ സ്കിന്നിനും കേടാണ്, മുടിക്കും കേടാണ്. താങ്ക് യു.